ഹായ് വെൽക്കം ടു അനദർ വീഡിയോ. നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്ന യൂണിറ്റ് 1 +1 യൂണിറ്റ് 1 ആണ്. സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന പാഠഭാഗമാണ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു പാഠഭാഗം പറഞ്ഞുതരാം. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എന്താണ് ഇതിൽ ഈ ഒരു പാഠഭാഗത്ത് നമ്മൾ പഠിക്കുന്നത്? അപ്പോൾ ആദ്യം നമ്മൾ കെമിസ്ട്രി എന്താണെന്ന് പഠിക്കുന്നുണ്ട്. കെമിസ്ട്രി എന്താണെന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. കെമിസ്ട്രി എന്ന് പറയുന്ന പോലെ തന്നെ കെമിസ്ട്രി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ്. സയൻസിന്റെ ഒരു ബ്രാഞ്ചാണ്, അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ ഒരു ശാസ്ത്രശാഖയാണ്. അറിയാലോ, അതിൽ എന്തിനെ പറ്റിയിട്ടൊക്കെ പറയുന്നത്? വിച്ച് ഡീൽസ് വിത്ത് ദ കോമ്പോസിഷൻ, സ്ട്രക്ചർ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആൻഡ് ദ ചേഞ്ചസ് വിച്ച് മാറ്റർ അണ്ടർ ദോസ്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്? കെമിസ്ട്രി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ്. സയൻസിന്റെ ഒരു ബ്രാഞ്ചാണെന്ന് പറഞ്ഞു. ഇതിൽ എന്തിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നത്? മാറ്ററിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ മാറ്റർ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും, മാറ്റർ എന്ന് പറഞ്ഞാൽ എനിത്തിങ് ദാറ്റ് ഹാസ് മാസ് ആൻഡ് ഓക്യുപ്പൈ സ്പേസ്. അതായത് ഭാരമുള്ളതും സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതുമായിട്ടുള്ള എല്ലാത്തിനും നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? മാറ്റർ എന്ന് പറയാൻ പറ്റും. അപ്പൊ ഈ മാറ്റർ ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്കറിയാം, നമ്മുടെ ചുറ്റും ഖരം, ദ്രാവകം, വാതകം എന്ന് പറയുന്ന മൂന്നവസ്ഥയിൽ, സോളിഡ്, ഗ്യാസ്, ലിക്വിഡ്, ഈ ഒരു മൂന്നവസ്ഥയിലാണ് സാധാരണ മാറ്റർ കാണപ്പെടുന്നത് എന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കോമ്പോസിഷൻ, ഇപ്പോൾ വെള്ളം, അത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം, ഹൈഡ്രജൻ ഓക്സിജൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ എത്ര ഹൈഡ്രജൻ, എത്ര ഓക്സിജൻ, അതിനെ പറ്റിയിട്ട്, അതിനാണ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഇതിനൊരു സ്ട്രക്ചർ ഉണ്ട്, ഘടനയുണ്ട്, അതിന് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇതിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരു പഠനത്തെയാണ് എന്തെന്ന് പറയുന്നത്? കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പൊ സിംപ്ലി കെമിസ്ട്രി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും, ഇറ്റ് ഇസ് എ സ്റ്റഡി അബൌട്ട് മാറ്റർ. മാറ്ററിനെ കുറിച്ചുള്ള പഠനമാണ്. മാറ്ററിന്റെ എന്തിനെ കുറിച്ചുള്ള പഠനം? വി ക്യാൻ സേ കോമ്പോസിഷൻ, സ്ട്രക്ചർ, പിന്നെ എന്താണ് അതിന്റെ പ്രോപ്പർട്ടീസ്, ഇതിനെ പറ്റിയിട്ടുള്ള ഒരു പഠനമാണ്. ഓക്കെ, അപ്പൊ എന്താണ് മാറ്റർ എന്നുള്ളത് ഞാനിത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ബിഫോർ ദാറ്റ്, ബ്രാഞ്ചസ് ഓഫ് കെമിസ്ട്രി. നമുക്കറിയാം, കെമിസ്ട്രി എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് ആയിട്ടുള്ള, ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ടേം ആണ്. ഓക്കെ, അപ്പൊ അതിൽ ഏതൊക്കെ വിഭാഗങ്ങൾ ഉണ്ട് നോക്കിക്കേ. ഇനോർഗാനിക് കെമിസ്ട്രി ഉണ്ട്, ഓർഗാനിക് കെമിസ്ട്രി ഉണ്ട്. ഓർഗാനിക് കെമിസ്ട്രിയിലാണ് നമ്മൾ നോമൻക്ലേച്ചർ ഒക്കെ പഠിച്ചിരുന്നില്ലേ? മീതെയിൻ, മെത്ത്, എത്ത്, പ്രൊപ്പബ്യൂട്ട്, പെന്റൻ, അതൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫിസിക്കൽ കെമിസ്ട്രി ഉണ്ട്, അനലിറ്റിക്കൽ കെമിസ്ട്രി, പോളിമർ കെമിസ്ട്രി, ബയോ കെമിസ്ട്രി, മെഡിസിനൽ കെമിസ്ട്രി, ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി, ഹൈഡ്രോ കെമിസ്ട്രി, ഇലക്ട്രോ കെമിസ്ട്രി, ഗ്രീൻ കെമിസ്ട്രി, ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, അതായത് മെഡിസിൻസ് ഒക്കെ ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരു കെമിസ്ട്രി. അപ്പൊ ഇത്തരത്തിൽ കെമിസ്ട്രിയുടെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. നമ്മൾ ആദ്യം പറയുന്നത് മാറ്റർ എന്താണെന്നാണ് പറയുന്നത്. ഓക്കെ, മാറ്റർ എന്താണെന്ന് പറഞ്ഞാൽ എനിത്തിങ്, എന്തുമാവാം. വിച്ച് ഓക്യുപ്പൈ സ്പേസ് എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്യാനായിട്ട് സ്ഥലം ആവശ്യമുള്ളതും, ആൻഡ് ഹാസ് മാസ്, ഭാരമുള്ളതുമായിട്ടുള്ള എല്ലാത്തിനെയും. അത് മാത്രമല്ല, ഇറ്റ് ക്യാൻ ബി പെർസീവ്ഡ് ബൈ അവർ സെൻസസ്. നമ്മുടെ നാക്ക്, മൂക്ക്, കണ്ണ്, തൊക്ക്, ചെവി ഉണ്ടല്ലോ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ. ഈ പഞ്ചേന്ദ്രിയങ്ങൾ വെച്ചിട്ട് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്ന, തൊടാൻ പറ്റുന്ന, കാണാൻ പറ്റുന്ന, കേൾക്കാൻ പറ്റുന്ന എല്ലാത്തിനെയും നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? മാറ്റർ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതൊരു മാറ്റർ അല്ല. ഈ ഒരു പെൻ എന്ന് പറഞ്ഞ മാറ്റർ ആണ്, ഒരു വാട്ടർ ബോട്ടിൽ എന്ന് പറഞ്ഞ മാറ്റർ ആണ്, എയർ മാറ്റർ ആണ്. സോ എനിത്തിങ് ദാറ്റ് ഓക്യുപ്പൈ സ്പേസ്, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമായിട്ടുള്ള, ഭാരമുള്ളതുമായിട്ടുള്ള എല്ലാത്തിനും നമുക്ക് എന്തെന്ന് പറയാം? മാറ്റർ എന്ന് പറയാം. മാറ്ററിന്റെ മലയാളമാണ് ദ്രവ്യം എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾ ഇനി 10ാം ക്ലാസ് വരെ മലയാളം മീഡിയം ഒക്കെ പഠിച്ചിട്ടുള്ളവർക്ക് മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? മാറ്റർ ഇംഗ്ലീഷിൽ പറയാം മാറ്റർ എന്ന് പറഞ്ഞ കാര്യം, അല്ലെ? വാട്ട്സ് എ മാറ്റർ എന്ന് ചോദിക്കാറില്ല. വാട്ട്സ് എ മാറ്റർ വിത്ത് യു എന്നൊക്കെ ചോദിക്കാറില്ലേ? അപ്പോൾ അത് മാറ്റർ ആണ്. പക്ഷെ ഇവിടെ മാറ്റർ എന്ന് പറയുന്നത്, കെമിസ്ട്രിയിൽ മാറ്റർ എന്ന് പറയുന്നത് എനിത്തിങ് ദാറ്റ് ഓക്യുപ്പൈ സ്പേസ്, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും അതുപോലെ തന്നെ ഭാരമുള്ളതുമായിട്ടുള്ള എല്ലാത്തിനും നമുക്ക് മാറ്റർ എന്ന് പറയാൻ പറ്റും. മാറ്റർ 3 അവസ്ഥയിലാണ് കാണപ്പെടുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാറ്റർ 3 അവസ്ഥയിൽ മാത്രമല്ല കാണപ്പെടുന്നത്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം, സോളിഡ് സ്റ്റേറ്റ് ഉണ്ട്, ഓബ്വിയസ്ലി ലിക്വിഡ് സ്റ്റേറ്റ് ഉണ്ട്, ഗേഷ്യസ് സ്റ്റേറ്റ് ഉണ്ട്, നമുക്കറിയാം. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ തന്നെ ഏകദേശം ഒരു 6ാം ക്ലാസ് മുതൽ പഠിച്ചു പോകുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതുകൂടാതെ പ്ലാസ്മ സ്റ്റേറ്റ്, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ് എന്ന് പറഞ്ഞ വിഭാഗത്തിൽ പെടുന്ന എന്തുകൊണ്ട് മാറ്ററും ഉണ്ട്. ഇപ്പൊ നിങ്ങളോട് ചോദിക്കേണ്ടത്, ഇടിമിന്നൽ ഉണ്ടല്ലോ, ഇടിമിന്നൽ കണ്ടിട്ടുണ്ടല്ലോ, അതിലെ തണ്ടർ, ലൈറ്റ്നിങ്. ഈ ലൈറ്റ്നിങ് ഉണ്ടാവുന്ന സമയത്ത് അതെന്താ? ഈ ലൈറ്റ്നിങ് എന്ന് പറയുമ്പോൾ ലൈറ്റ് പോലെ വരുന്ന സംഭവം, അത് ഏത് അവസ്ഥയിലാണ് കാണപ്പെടുന്നത്? സോളിഡ് ആണോ, ലിക്വിഡ് ആണോ, ഗ്യാസ് ആണോ? സോ യു വിൽ ബി കൺഫ്യൂസ്ഡ്, അല്ലെ? അപ്പോൾ അതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന പ്ലാസ്മ സ്റ്റേറ്റും ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റും ഇതൊക്കെ പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത്. നമ്മളിപ്പോൾ ബേസിക്കലി പഠിക്കുന്നത് എന്താണ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. അത് തന്നെ കുറച്ചും ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഇതിൽ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ നമുക്ക് മാറ്ററിനെ, ദ്രവ്യത്തിനെ പല തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഭൗതികപരമായിട്ട് നമ്മൾ തരംതിരിക്കുക. അതായത് നമുക്ക് കാണുന്ന സമയത്ത് എങ്ങനെയാണ് അതിന്റെ ബേസിൽ ഭൗതികപരമായിട്ട്, അല്ലെങ്കിൽ കെമിക്കലായിട്ട്,
രാഷ്ട്രീയപരമായിട്ടും രസതന്ത്രപരമായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ട് തരത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ് മാറ്റർ എന്ന് പറഞ്ഞാൽ. ഏതൊക്കെയാണ്? ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അതുപോലെ തന്നെ കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇത് എന്താണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ആദ്യം നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. നമ്മൾ പറഞ്ഞു കുറേ അവസ്ഥയിൽ കാണപ്പെടുന്നുണ്ട്, ഏകദേശം 6ഓളം അവസ്ഥയിൽ കാണപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മൾ പഠിക്കുന്ന ഏതാണ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഓക്കെ, ഇതെല്ലാം തന്നെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇത് ബൈ ഹാർട്ട് ആയിരിക്കും, എന്നാലും നമുക്ക് ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമായതുകൊണ്ട് നമ്മുടെ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ള ഒരു ഭാഗമായിട്ടുള്ളത് കൊണ്ട് നമുക്കിത് പറയാം. അപ്പോൾ സോളിഡിനെ കുറിച്ചിട്ടാണ് ആദ്യം പറയുന്നത്. അപ്പോൾ സോളിഡ് എന്ന് പറഞ്ഞാൽ ഒരു കനമുള്ള ഒരു എന്താ പറയുക, കട്ടിയുള്ള ഒരു പദാർത്ഥം എന്നുള്ള അർത്ഥത്തിൽ ഖരാവസ്ഥയിലുള്ള ഒരു പദാർത്ഥം എന്നുള്ളതാണ് നമുക്ക് അറിയാം. അപ്പോൾ സോളിഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനൊരു മാസ് ഉണ്ട്, ഭാരമുണ്ട്, ഓക്കെ, വോളിയം ഉണ്ട്, വ്യാപ്തമുണ്ട്. ഓക്കെ, ഇത് സ്ഥിതി ചെയ്യാനായിട്ട് ഇപ്പോൾ ഇതിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇത്രയും ഭാഗമാണ് ഇതിന്റെ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു വോളിയം ഉണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും ഇതിനൊരു ഷേപ്പ് ഉണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന കുറച്ചിന് വേറെ ഷേപ്പിലായിരിക്കും? അല്ല, തീർച്ചയായിട്ടും അല്ല. അപ്പോൾ മാസ് ഉണ്ട്, വോളിയം ഉണ്ട്, ഷേപ്പ് ഉണ്ട്, എന്താണെങ്കിലും സോളിഡ് ആണെങ്കിലും. ഓക്കെ, ഇനി ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ടൈറ്റ്ലി പാക്ഡ്. അപ്പൊ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നോക്കിക്കേ, നമ്മളിതാ ഒരു സോളിഡ് വരയ്ക്കുന്ന സമയത്ത് അതിന്റെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ്, മോളിക്യൂളുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ ടൈറ്റ്ലി പാക്ഡ്, ഭയങ്കര ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്യുക. ഈ ടൈറ്റ്ലി പാക്ഡ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം തൊട്ടാ ഇതിന്റെ ഇടയിൽ ഇന്റർ മോളിക്കുലർ സ്പേസ് ഉണ്ടോ? ഈ മോളിക്യൂളുകൾ തമ്മിൽ ഈ വട്ടം വരച്ചിട്ടില്ലേ, അതിന്റെ ഇടയിൽ സ്പേസ് ഉണ്ടോ? കുഞ്ഞു സ്പേസ് ഉണ്ട്, വളരെ ചെറിയ സ്പേസ് ഉണ്ട്. അപ്പൊ നമുക്ക് പറയാം ഇന്റർ മോളിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ട് ആണ്. അതിന്റെ ഇടയിൽ കുഞ്ഞു സ്പേസ് മാത്രമേ ഉള്ളൂ, വളരെ കുഞ്ഞു സ്പേസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു കാര്യം പറയാൻ പറ്റും, ഇന്റർ മോളിക്കുലർ ഫോഴ്സസ് ആർ സ്ട്രോങ്. ആ ഫോഴ്സുകൾ സ്ട്രോങ് ആയതുകൊണ്ടാണല്ലോ ഈ മോളിക്യൂളുകൾ ഭയങ്കര അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത്. മനസ്സിലായോ? സ്ട്രോങ് അട്രാക്റ്റീവ് ആയിട്ടുള്ളതുകൊണ്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഭയങ്കര അടുത്ത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഈ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസിന് ഫിക്സ്ഡ് പൊസിഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള ഒരു പാർട്ടിക്കിളിന് അവിടെ നിന്ന് എണിച്ചിട്ട് വേറെ സ്ഥലത്തേക്ക് പോകാൻ പറ്റുമോ? പോകാൻ പറ്റില്ല. ബിക്കോസ് അവരെന്താണ്, ടൈറ്റ്ലി പാക്ഡ് ആണ്. അവർക്ക് ഒരു ഫിക്സ്ഡ് പൊസിഷൻ ഉണ്ട്, അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, മൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ദേ ക്യാൻ ഓൺലി ഓസിലേറ്റ്. അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാൻ പറ്റും, വൈബ്രേറ്റ് ചെയ്യാൻ പറ്റും, ഓസിലേറ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ അവരുടെ ഒറിജിനൽ പൊസിഷനിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ മീൻ പൊസിഷനിൽ നിന്ന് വേറൊരു സ്ഥലത്തോട്ട് പോകാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഇൻകംപ്രസിബിൾ ആണ്. ഇപ്പൊ ഈ പെന്നിന് എനിക്കിങ്ങനെ ഇതാക്കിയിട്ട് കംപ്രസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, പൊട്ടിപ്പോവായിരിക്കും, പക്ഷെ ഇതിനെ കംപ്രസ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായല്ലോ? റിജിഡ് ആണ്, കട്ടിയുള്ള ഒരു സംഭവമാണ് ഇത്. മനസ്സിലായോ? ഇതാണ് സോളിഡിന്റെ പ്രത്യേകതകൾ കേട്ടോ. എന്നൊക്കെ പറഞ്ഞു, മാസ് ഉണ്ട്, വോളിയം ഉണ്ട്, ഷേപ്പ് ഉണ്ട്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ടൈറ്റ്ലി പാക്ഡ് ആണ് എന്ന് പറഞ്ഞാൽ അവിടെ ഇന്റർമോളിക്കുലർ സ്പേസ് വളരെ കുറവാണ്, ഇന്റർമോളിക്കുലർ ഫോഴ്സസ് വളരെ കൂടുതലാണ്. ഇവർക്ക് ഒരു ഫിക്സ്ഡ് പൊസിഷൻ ഉണ്ട്, അവർക്ക് മൂവ് ചെയ്യാനൊന്നും പറ്റില്ല. ദേ കൻ ജസ്റ്റ് ഓസിലേറ്റ് ഫ്രം ദെയർ മീൻ പൊസിഷൻ അല്ലെങ്കിൽ അവരുടെ ഒറിജിനൽ പൊസിഷനിൽ നിന്ന് ജസ്റ്റ് ഒന്ന് വൈബ്രേഷൻ അല്ലെങ്കിൽ ഓസിലേഷൻ മാത്രമേ സാധിക്കുന്നുണ്ടാവുള്ളൂ. ഇൻകംപ്രസിബിൾ ആണ്, കംപ്രസ് ചെയ്യാൻ പറ്റില്ല. റിജിഡ് ആണ്, ഭയങ്കര കട്ടിയുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലിക്വിഡിന്റെ പ്രത്യേകത എന്തുട്ടാണ്? ലിക്വിഡ് എന്ന് പറയുന്നത് അത് റിജിഡ് ഒന്നല്ല. ഭയങ്കര കട്ടിയുണ്ടോ? വെള്ളത്തിന് ഭയങ്കര കട്ടി ഉണ്ടാവോ? ഇല്ല. ഓക്കെ, പക്ഷെ വോളിയം ഉണ്ട് കേട്ടോ. വോളിയം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 2 ലിറ്ററിന്റെ ലിക്വിഡ് വേറൊരു പാത്രത്തിലോട്ട്, ഒരു 5 ലിറ്ററിന്റെ പാത്രത്തിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാലും എത്ര ലിറ്റർ തന്നെ ഉണ്ടാവുള്ളൂ? 2 ലിറ്റർ തന്നെ ഉണ്ടാവുള്ളൂ. ബിക്കോസ് ഇറ്റ് ഹാസ് എ ഫിക്സ്ഡ് വോളിയം ഉണ്ട്. ഷേപ്പ് ഉണ്ടോ? വെള്ളത്തിന് ഷേപ്പ് ഉണ്ടോ? വെള്ളത്തിന് ഷേപ്പ് ഇല്ല. നമ്മൾ ബ്രൂസ്ലി പറഞ്ഞിട്ടില്ലേ, ബി ലൈക്ക് വാട്ടർ, വെള്ളം പോലെ ആവാൻ. അതായത് ഇഫ് യു പുട്ട് വാട്ടർ ഇൻ എ കപ്പ്, നമ്മൾ കപ്പിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ബിക്കംസ് എ കപ്പ്. എന്തായി മാറും? അത് ആ വെള്ളം കപ്പായിട്ട് മാറും, അല്ലെ? അതിന്റെ ഷേപ്പായിട്ട് മാറും. ബോട്ടിലോട്ട് മാറ്റി കഴിഞ്ഞാൽ ബോട്ടിലിന്റെ ഷേപ്പായിട്ട് മാറും. അതുപോലെ തന്നെ എന്തിലാണോ നമ്മൾ ഒഴിച്ചു വെക്കുന്നത് അതിന്റെ ഷേപ്പായിട്ട് മാറും. ഓക്കെ, സോ ബി വാട്ടർ, ബി ലൈക്ക് വാട്ടർ, അതായത് കഴിഞ്ഞാൽ വെള്ളത്തിനെ പോലെ ആകൂ എന്നാണ് നമ്മുടെ ബ്രൂസ്ലി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോ സിറ്റുവേഷൻ, ഓരോ സ്ഥലങ്ങളിലനുസരിച്ചിട്ട് നമ്മുടെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ മാറ്റണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് പാത്രത്തിലാണോ എന്ത് കണ്ടെയ്നറിലാണോ വെച്ചിട്ടുള്ളത് അതിന്റെ ഷേപ്പ് ആയിരിക്കും ഈ ലിക്വിഡിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. താഴെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ദേ ടേക്ക് ദ ഷേപ്പ് ഓഫ് ദി കണ്ടെയ്നർ ഇൻ വിച്ച് ദേ ആർ പ്ലേസ്ഡ്. എവിടെയാണോ വെച്ചിട്ടുള്ളത് ആ കണ്ടെയ്നറിന്റെ ഷേപ്പ് ആയിരിക്കും ആ ലിക്വിഡിന് ഉണ്ടാവുന്നത്. ദ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ആർ ലൂസ്ലി പാക്ഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ഈ സോളിഡിൽ ഭയങ്കര ടൈറ്റ്ലി പാക്ഡ് ആയിരുന്നില്ല, പക്ഷെ ഇവിടെ അത്ര ടൈറ്റ്ലി പാക്ഡ് ഒന്നുമല്ല, കുഞ്ഞ് സ്പേസ് ഉണ്ട്, കുറച്ചൊരു ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. ലൂസ്ലി പാക്ഡ് ആണ്. ഓക്കെ, ഇനി ദ ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസ് വിൽ ബി ലാർജ് ആസ് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് സോളിഡ്. സോളിഡിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഇവിടെ ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ട്. കണ്ടോ, മോളിക്യൂളുകൾ തമ്മിലുള്ള അകലം കുറച്ച് കൂടുതലുണ്ട്. ഭയങ്കര അടുത്തൊന്നുമല്ലല്ലോ, അല്ല. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇനി ഇവർ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സോ, ഓക്കെ, ഒന്നുകൂടി ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസ് പറഞ്ഞു കൂടുതലാണ്. ഇനി ഫോഴ്സ് എന്ന് പറയുന്നത് സോളിഡിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് വീക്കാണ്. ഓക്കെ, സോളിഡിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് അത്രയ്ക്കില്ല. അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട് ഡെഫിനറ്റ്ലി, പക്ഷെ അത്രയ്ക്കില്ല. ഓക്കെ, ഇനി അതുപോലെ തന്നെ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ വിൽ ബി ഗ്രേറ്റർ ദാൻ സോളിഡ്. സോളിഡിനേക്കാളും
ഡിഫ്യൂഷൻ റേറ്റ് കൂടുതലാണ്. ഡിഫ്യൂഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു സോളിഡ് എടുത്തു, ഈ സോളിഡിലോട്ട് ഒരു പേപ്പർ എടുത്തു വെച്ചാൽ ആ പേപ്പറിലോട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ഡ്രോപ്പ് ഇങ്ക് ഒഴിച്ചു കഴിഞ്ഞാൽ അത് സ്പ്രെഡ് ആവും, ഡെഫിനറ്റ്ലി സ്പ്രെഡ് ആവും. പക്ഷെ അത് പിന്നെ സ്ലോലിയാണ് സ്പ്രെഡായി വരും. പക്ഷെ വെള്ളത്തിലോട്ടാണ് നമ്മളൊരു ഇത് ഡ്രോപ്പ് ഇങ്ക് ഒഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വേഗം തന്നെ എന്ത് ചെയ്യും, സ്പ്രെഡ് ആവും. അതാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. കലരുന്ന റേറ്റ് അത് കൂടുതലാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഗ്യാസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, ഗ്യാസിനെ പറ്റിയിട്ട് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട്. സൊല്യൂഷനിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഗ്യാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ ഗ്യാസിന് എന്താ പ്രത്യേകത, അതിന് ഡെഫിനറ്റ് ആയിട്ട് ഒരു ഷേപ്പ് ഇല്ല. ഓക്കെ, ഷേപ്പ് ഉണ്ടോ? ഷേപ്പ് ഇല്ല. ഓക്കെ, വോളിയം ഇല്ല, വ്യാപ്തം ഇല്ല. വോളിയം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ 1 ലിറ്റർ പാത്രത്തിലിരിക്കുന്ന ഗ്യാസിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് 1 ലിറ്ററാണ്. ഈ 1 ലിറ്റർ വ്യാപ്തം പാത്രത്തിലിരിക്കുന്ന വോളിയാണ് കേട്ടോ. 1 ലിറ്റർ വോളിയത്തിലിരിക്കുന്ന ഒരു ഗ്യാസിനെ നമ്മളൊരു 5 ലിറ്റർ പാത്രത്തിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ വോളിയം എത്രയും 5 ലിറ്റർ ആവും. അതെങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ. നോക്കിക്കേ, ഗ്യാസ് എന്ന് പറയുന്നത് വളരെ ഡിസ്റ്റൻസ് ഒക്കെ ഇങ്ങനെ വളരെ അകലൊക്കെ കൂടുതലാണ്. ഇതാണ് ഗ്യാസ് എന്ന് ചോദിച്ചോ. ഇതൊരു 1 ലിറ്ററിന്റെ പാത്രം എന്ന് ചോദിച്ചോ. നമ്മൾ അതിനെ ഒരു 5 ലിറ്ററിന്റെ പാത്രത്തിലോട്ട് മാറ്റി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഈ ഗ്യാസ് പാർട്ടിക്കിൾസ് മാക്സിമം അകലെ വന്നിട്ട് എന്ത് ചെയ്യും? അറ്റാച്ച് ചെയ്ത് നിൽക്കും. മനസ്സിലായി? ഇവിടെ 5 എണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ 5 എണ്ണം ഇങ്ങനെ നിൽക്കും. ഓക്കെ, ഇതിനൊരു 10 ലിറ്ററിന്റെ വലിയൊരു കണ്ടെയ്നറിലോട്ട് മാറ്റിയെന്നുണ്ടെങ്കിൽ 1 2 3 4 5 മാക്സിമം എന്ത് ചെയ്യും? അകലെ പോയി നിൽക്കും. അതായത് എത്ര വലിയ പാത്രത്തിലോട്ട് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാലും എന്താണോ കണ്ടെയ്നറിന്റെ വോളിയം എന്ന് പറയുന്നത്, ദാറ്റ് വിൽ ബി ദ വോളിയം ഓഫ് ദി ഗ്യാസ്. ആ ഗ്യാസിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ കണ്ടെയ്നറിന്റെ വോളിയം എത്രയാണോ അതായിരിക്കും ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് വളരെ ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഒന്നിൽ നിന്ന് മറ്റൊന്ന് വളരെ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇവർ തമ്മിൽ ഫോഴ്സ് ഉണ്ടോ? ഡിസ്റ്റൻസ് കൂടുതലാന്ന് പറഞ്ഞു. ഇവർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ വീക്കാണ് അല്ലെ. ഇവർ തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ വളരെ അടുത്തടുത്ത് നിന്നായിരുന്നു. പക്ഷെ ഇവർ അടുത്തല്ല നിൽക്കുന്നത്, ബിക്കോസ് ഇവർ തമ്മിലെ അട്രാക്റ്റീവ് ഫോഴ്സ് വളരെ കുറവാണ്. ഓക്കെ, ഇത് ഹൈലി കംപ്രസബിൾ ആണ്. നമുക്കറിയാം ഗ്യാസിന് എന്ത് ചെയ്യാൻ പറ്റും? കംപ്രസ് ചെയ്ത് ആക്കാൻ പറ്റും. അതായത് നോക്കിക്കേ, ഇത്രയും പാത്രത്തിൽ ഇരിക്കുന്ന ഒരു 5 മോളിക്യൂളുകളെ കൊടുത്തിട്ടില്ലേ. ഞാനെന്തൊരു കുഞ്ഞൊരു കണ്ടെയ്നർ എടുത്തു, ഇതിൽ എനിക്ക് 5 എണ്ണത്തിന് കൊള്ളിക്കാൻ പറ്റില്ലേ? ബിക്കോസ് ഇതിനെന്ത് ചെയ്യാൻ പറ്റും? കംപ്രസ് ചെയ്യാൻ പറ്റും. കംപ്രസ് ചെയ്തിട്ട് ഇതിനെ വേണമെങ്കിൽ എന്താക്കാൻ പറ്റും? ലിക്വിഡ് പോലെ ആക്കാൻ പറ്റും. അതാണ് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്നൊക്കെ പറയില്ലേ, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്നൊക്കെ പറയില്ലേ. നമ്മളെ ലൈറ്റർ ഉണ്ടല്ലോ, സിഗരറ്റ് ലൈറ്റർ. ഈ ലൈറ്ററിന്റെ ഉള്ളിൽ വെള്ളം പോലുള്ള സംഭവം കിടക്കുന്നുണ്ട്. ശരിക്കും വെള്ളമാണോ? അല്ല, എന്താ കിടക്കുന്നത്? ഗ്യാസ് ആണ് കിടക്കുന്നത്. ഇത് എങ്ങനെയായി? കാരണം ഇത് ഭയങ്കരമായിട്ട് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് കംപ്രസബിൾ ആണ്. പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ കംപ്രസ് ആയിട്ട് ലിക്വിഡ് ഫോമിലോട്ട് മാറും. ഓക്കെ, ഇനി ഗ്യാസുകൾ എല്ലാ ദിശയിലോട്ടും ഈക്വൽ ആയിട്ട് പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിന്റെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതിനോട് ഞാൻ ജസ്റ്റ് കണക്ട് ചെയ്തിട്ട് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നമ്മളിതാ ഒരു കണ്ടെയ്നർ എടുത്തു എന്ന് വിചാരിച്ചോ, ആൻഡ് ഇവിടെ നിറയെ ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട്. ക്ലിയർ ആണല്ലോ? ഇങ്ങനെ ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടെന്ന് വിചാരിച്ചോ. ഈ ഗ്യാസ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് ദേ ആർ ഇൻ റാപ്പിഡ് റാൻഡം മോഷൻ. അവരെന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് എവിടേക്കൊക്കെ മൂവ് ചെയ്യാൻ പറ്റുമോ ആ ദിശയിലോട്ട്, എല്ലാ ദിശയിലോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദേ ആർ ഓൾവേസ് ഇൻ എ റാപ്പിഡ് റാൻഡം മോഷൻ. വളരെ വേഗതയിൽ എവിടേക്കൊക്കെ പോകാൻ പറ്റുമോ അവിടേക്കൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ പോകുന്നതിന്റെ ഇടയ്ക്ക് ഇവർ തമ്മിൽ എന്തിനുള്ള സാധ്യതയുണ്ട്? ദർ ഇസ് എ ചാൻസ് ഫോർ കൊളിഷൻ. ഇവർ തമ്മിൽ കൊളൈഡ് ചെയ്യാനായിട്ടുള്ള, കൂട്ടിമുട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ കൂട്ടിമുട്ടുന്നുണ്ടാവും. അത് കൂടാതെ ഈ ഗ്യാസ് മോളിക്യൂൾസ് വന്നിട്ട് ഇതിന്റെ കണ്ടെയ്നർ ഉണ്ടല്ലോ, ആ കണ്ടെയ്നറിന്റെ വോളിൽ വന്നിട്ട് എന്തുണ്ടാവും? കൂട്ടിയിടിക്കാം. ഈ കണ്ടെയ്നറിന്റെ വോളിൽ വന്നിട്ട് കൂട്ടിയിടിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ റീസൺ ഫോർ പ്രഷർ. അതാണ് പ്രഷറിന് കാരണം എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. അതേപോലെ തന്നെ ഇവിടെ കുറച്ച് തീ കൊടുത്തു വെച്ചോ, അതായത് ഹീറ്റ് കൊടുത്തു വെച്ചോ. ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ഓട്ടം എന്തുണ്ടാവും? കൂടും. ഓട്ടം കൂടി കഴിഞ്ഞാൽ കൊളിഷൻ കൂടും. കൊളിഷൻ കൂടി കഴിഞ്ഞാൽ പ്രഷർ കൂടും. മനസ്സിലായോ? അപ്പൊ കൊളിഷൻ ആണ് ഈ പ്രഷറിന് കാരണം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഗ്യാസസ് ഹാവ് മച്ച് ലോവർ ഡെൻസിറ്റി ദാൻ സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ്. ലിക്വിഡിനെയും കാട്ടിയും സോളിനെയും കാട്ടിയൊക്കെ ഡെൻസിറ്റി വളരെ കുറവാണ് ഇതിന് ഗ്യാസുകൾക്ക്. ഗ്യാസസ് മിക്സ് ഈവൻലി ആൻഡ് കംപ്ലീറ്റ്ലി ഇൻ ഓൾ പ്രൊപ്പോർഷൻസ്. നമ്മുടെ കയ്യിൽ സ്പ്രേ ഉണ്ടെന്ന് വെച്ചോ, അടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പെട്ടെന്ന് തന്നെ ചിലപ്പോൾ അകലെ നിൽക്കുന്ന ആളുകൾക്കും, അകലെ നിൽക്കുക വളരെ അകലല്ല, ഏകദേശം ഈ ഒരു സറൗണ്ടിങ്ങിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്യും. സോ ഡിഫ്യൂഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. ഓക്കെ, അത് പറഞ്ഞു. ഗ്യാസസ് മിക്സ് ഈവൻലി ആൻഡ് കംപ്ലീറ്റ്ലി ഇൻ ഓൾ പ്രൊപ്പോർഷൻസ് വിതൗട്ട് എനി മെക്കാനിക്കൽ എയ്ഡ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്പ്രേ അടിച്ചിട്ട് പിന്നെ ഇങ്ങനെ ആക്കേണ്ട കാര്യമൊന്നുമില്ല. അതെന്ത് ചെയ്യും? അത് ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും? സ്പ്രെഡ് ആയിക്കൊള്ളും എന്നുള്ളതാണ് കേട്ടോ. സോ നമ്മൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആണ് പറഞ്ഞിരുന്നത്. അതിനെക്കുറിച്ചിട്ട് ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയെന്നിരിക്കുന്നു. ഇതാണ് നമ്മുടെ ഇതിന്റെ ഒരു
ഘടന വരുന്നത്. സോളിഡുകളാണെന്നുണ്ടെങ്കിൽ ടൈറ്റ്ലി പാക്ഡ് ആണ്, അവർക്ക് എന്തില്ല ഫ്രീഡം ഓഫ് മൂവ്മെന്റ് വളരെ കുറവാണ്. ദേ ക്യാൻ ജസ്റ്റ് ഓസിലേറ്റ് ഫ്രം ദ മീൻ പൊസിഷൻ എന്ന് പറഞ്ഞു. ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും അവർക്ക് മൂവ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആൻഡ് ദേ ഡോണ്ട് ഹാവ് എനി ദേ ഡോണ്ട് ഹാവ് എ ഫിക്സ്ഡ് ഷേപ്പ്. അവർക്ക് ഷേപ്പ് ഇല്ല. എന്ത് കണ്ടെയ്നറിലാണ് ഇരിക്കുന്നത് ആ കണ്ടെയ്നറിന്റെ ഷേപ്പ് ആയിരിക്കും ഈ ലിക്വിഡിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ഗ്യാസിന്റെ പ്രത്യേകത പറഞ്ഞു, ഗ്യാസിന് എന്തില്ല, നമ്മുടെ ഒരു വോള്യം ഇല്ല. എത്ര വോള്യത്തിലുള്ള പാത്രമാണോ ഇരിക്കുന്നത് ആ പാത്രത്തിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പാത്രത്തിന്റെ വോള്യം ആയിരിക്കും ഈ ഗ്യാസിന്റെ വോള്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലായി. നെക്സ്റ്റ് വൺ ഈസ് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ. നമ്മളിപ്പോൾ ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞിരുന്നത്. ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു മാറ്ററിന്റെ ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അങ്ങനെയാണെങ്കിൽ കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ് എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ എലമെന്റ്സ് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, എലമെന്റ്സ് എന്ന് പറയുന്നത് ദർ ആർ 118 എലമെന്റ്സ്, 118ഓളം എലമെന്റുകൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നമ്മുടെ പീരിയോഡിക് ടേബിൾ ഉണ്ട്. പീരിയോഡിക് ടേബിളിൽ 118 എലമെന്റുകളുണ്ട്, 18 ഗ്രൂപ്പുകളുണ്ട്, 7 പീരീഡുകളുണ്ട്, 4 ബ്ലോക്കുകളുണ്ട്, SPDF എന്ന് പറയുന്നത് അതൊക്കെ നമുക്ക് അറിയുന്നതാണ്. അപ്പൊ എലമെന്റ്സിൽ എന്ത് മനസ്സിലാക്കുക, എലമെന്റ്സ് പറഞ്ഞാൽ അതിൽ 118 എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, എലമെന്റ്സ് കൂടി ചേർന്നിട്ട് എന്തുണ്ടാവാം, കോമ്പൗണ്ടുകൾ ഉണ്ടാവാം, മിക്സ്ചേഴ്സ് ഉണ്ടാവും. അപ്പൊ എന്താണ് കോമ്പൗണ്ട്, മിക്സ്ചേഴ്സ് എന്നുള്ളത് പറയാം. എലമെന്റ്സ് എന്തായാലും മനസ്സിലായല്ലോ. എലമെന്റ്സ് പറയുമ്പോൾ ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ എന്നൊക്കെ പറയുന്ന സംഭവത്തിനാണ് നമ്മൾ എലമെന്റ്സ് പറയുന്നത്. ഓക്കെ, ആ എലമെന്റ് എന്താണെന്നുള്ളത് പറയുന്നുണ്ട് കേട്ടോ, നോക്കിക്കോളൂ. എലമെന്റ് എന്ന് പറയുന്നത് എലമെന്റ് ഇസ് എ പ്യൂർ സബ്സ്റ്റൻസ്. എലമെന്റ് എന്ന് പറഞ്ഞാൽ പ്യൂർ സബ്സ്റ്റൻസ് ആണ്. ഹൈഡ്രജൻ, അതിൽ എന്ത് മാത്രമേ ഉള്ളൂ, ഹൈഡ്രജൻ മാത്രം. ഹീലിയം മാത്രം, ഹീലിയത്തിന്റെ ആറ്റം മാത്രം. അല്ലെ, ലിഥിയത്തിന്റെ ആറ്റം മാത്രം. മനസ്സിലായല്ലോ. സോ ഇറ്റ് കനോട്ട് ബി ബ്രോക്കൺ ഡൗൺ ഇൻ ടു 2 or more simpler substances by physical and chemical means. അപ്പോൾ ഈ എലമെന്റിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇനി ചെറുതാക്കിയിട്ട് കുഞ്ഞു കുഞ്ഞു ഭാഗമാക്കാനായിട്ട് പറ്റില്ല. എലമെന്റ് ആണ് ഏറ്റവും കുഞ്ഞൊരു ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അതിന് ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല, ഫിസിക്കൽ രീതിയിലോ അല്ലെങ്കിൽ കെമിക്കൽ രീതിയിലോ ഒന്നും തന്നെ കട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. മനസ്സിലായല്ലോ. ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് ഓൺലി വൺ കൈൻഡ് ഓഫ് ആറ്റം. ഒരു തരത്തിലുള്ള ആറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഹൈഡ്രജന്റെ എലമെന്റ് എന്ന് പറയുമ്പോൾ ഹൈഡ്രജന്റെ ആറ്റം, ഹീലിയത്തിന്റെ എലമെന്റ് ഹീലിയം ആറ്റം. മനസ്സിലായല്ലോ. എക്സാമ്പിൾ ആണ് കോപ്പർ, സിൽവർ, ഗോൾഡ്, അയൺ, ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം എല്ലാം അതിൽ പറയാം. എത്ര ഉണ്ടെന്ന് പറഞ്ഞു, 118ഓളം എലമെന്റുകൾ ഉണ്ട്. ഓക്കെ, യെസ്, ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ കോമ്പൗണ്ടുകൾ എന്താന്ന് നോക്കിയേ. കോമ്പൗണ്ടുകൾ എന്ന് പറഞ്ഞാൽ എ കോമ്പൗണ്ട് ഇസ് എ പ്യുവർ സബ്സ്റ്റൻസ്. അപ്പൊ തീർച്ചയായിട്ടും കോമ്പൗണ്ടിന്റെ പ്രത്യേകത ഇതൊരു പ്യുവർ സബ്സ്റ്റൻസ് ആണ് കേട്ടോ, പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് 2 or more എലമെന്റ്സ്, എന്താണ്, 2 അതിൽ കൂടുതലോ എലമെന്റുകൾ കൂടി ചേർന്നിട്ട് ഒരു കമ്പൈൻ ചെയ്തിട്ടുണ്ട് ഒരു ഫിക്സ്ഡ് പ്രൊപ്പോർഷൻ. ലൈക്ക് ഹൈഡ്രജനും ഓക്സിജനും 2 എലമെന്റുകളാണല്ലോ, ഇത് കൂടി ചേർന്നിട്ട് എന്തുണ്ടാവും, വെള്ളം ഉണ്ടാവുന്നു, വാട്ടർ ഉണ്ടാവുന്നു. മനസ്സിലായോ. ഇതാ H2O. പിന്നെ നോക്കിക്കേ, നൈട്രജനും ഹൈഡ്രജനുകളൊക്കെ കൂടി ചേർന്നിട്ട് അമോണിയ ഉണ്ടാവുന്നു, അല്ലെ. കാർബണും ഹൈഡ്രജൻ കൂടി ചേർന്നിട്ട് മീഥൈൻ ഉണ്ടാവുന്നു. ഇതെല്ലാം തന്നെ എന്താണ്, കോമ്പൗണ്ടുകളാണ് കേട്ടോ. കോമ്പൗണ്ടുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്യുവർ സബ്സ്റ്റൻസുകളാണ്. ഓക്കെ, എങ്ങനെയുണ്ടാവുന്നത്, 2 അതിൽ കൂടുതലോ എലമെന്റുകൾ കൂടി ചേർന്നിട്ടാണ് അത് കെമിക്കലി കമ്പൈൻ ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്, ഒരു ഫിക്സ്ഡ് പ്രൊപ്പോർഷനിൽ കേട്ടോ. അങ്ങനെയാണ് എന്തുണ്ടാവുന്നത്, കോമ്പൗണ്ടുകൾ ഉണ്ടാവുന്നത്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനി മിക്സ്ചർ എന്താ, മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താ, മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാം. മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് 2 or more elements or compounds. 2 അതിലധികമോ കോമ്പൗണ്ടുകളോ എലമെന്റുകളോ അല്ലെങ്കിൽ 2 കൂടി ചേർന്നിട്ടൊക്കെയാണ് ഉണ്ടാവുന്നത് മിക്സർ ഉണ്ടാവുന്നത്. ബ്രാസ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണ്, Cu and Zn വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബ്രോൺസ് ഉണ്ടാക്കിയിട്ടുള്ളത് Cu and Sn വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് നമ്മൾ പറയില്ലേ, വെങ്കലം നമ്മൾ ഗോൾഡ് മെഡൽ കിട്ടി, സിൽവർ മെഡൽ കിട്ടി, മൂന്നാമത് തേർഡിലുള്ള ആൾക്ക് വെങ്കല മെഡൽ കിട്ടി എന്ന് പറയില്ലേ. സോ വെങ്കലം. ഓക്കെ, പിന്നെ ബ്രാസ് പറഞ്ഞാൽ എന്തുട്ടാ, പിച്ചള എന്ന് പറയില്ലേ. നമ്മുടെ നിലവിളക്കൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് പിച്ചള വെച്ചിട്ടാണ് കേട്ടോ. പിച്ചള, ബ്രോൺസ്, ഇതൊക്കെ മനസ്സിലാവും. പിച്ചള എന്നുള്ളതാണ് ബ്രാസ് എന്ന് പറയുന്നത്, വെങ്കലം എന്നുള്ളതാണ് ബ്രോൺസ് പറയുന്നത്. അപ്പൊ അത് ഉണ്ടാക്കിയിട്ടുള്ള എന്തിട്ടാണ്, കോപ്പറും സിങ്കും അതുപോലെ തന്നെ Cu, Sn ഇതൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. അപ്പൊ അതാണ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി മിക്സ്ചേഴ്സ് തന്നെ 2 തരത്തിലുണ്ട്. ഹോമോജിനസ് മിക്സർ ഉണ്ട്, ഹെട്രോജിനസ് മിക്സർ ഉണ്ട്. ഹോമോജിനസ് മിക്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സിംപ്ലി ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ഹോമോജിനസ് മിക്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു. ഈ വെള്ളത്തിലോട്ട് ഒരു സ്പൂൺ ഉപ്പിട്ട് കലക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ ഉപ്പ് ഈവൻലി ഒരേപോലെ എല്ലായിടത്തും വന്നിട്ടുണ്ടാവും, ഡിസോൾവ് ചെയ്തിട്ടുണ്ടാവും. ഇത് ഏത് ഭാഗത്ത് നിന്ന് ടേസ്റ്റ് നോക്കിക്കഴിഞ്ഞാലും ഒരേ ടേസ്റ്റ് ആയിരിക്കും. മനസ്സിലായോ. അപ്പൊ ഇതിനെ നമുക്ക് പറയാം എന്താണ്, ഹോമോജീനസ് മിക്സ്ചർ ആണ്. ബിക്കോസ് ഇത് എല്ലാ ഭാഗത്തും എന്താണ്, ഒരുപോലെയാണ്. നോക്കിക്കേ, ഇതാ രണ്ടാമത്താണ് ഹോമോജീനസ് കേട്ടോ, രണ്ടാമത് കൊടുത്തിട്ടാണ് ഹോമോജീനസ്. അപ്പൊ നോക്കിക്കേ, കണ്ടോ, ഇവിടെ ഇത്രയും ഒരു പീസ് എടുത്തു കഴിഞ്ഞാൽ ഒരു റെഡ്, ഒരു ഗ്രീന്, ഒരു റെഡ്. മനസ്സിലായോ. ഇത്രയും പീസ് എടുത്ത് നോക്കിക്കേ, കണ്ടോ, എങ്ങനെ എടുത്തു കഴിഞ്ഞാലും എന്തുണ്ടാവും, കറക്റ്റ് ആയിട്ടുള്ളൊരു എന്തുണ്ടാവും, ഒരു പ്രൊപ്പോർഷനിലാണ് ഇത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹോമോജിനസ് മിക്സർ എന്ന് പറയുന്നത്. ഹെട്രോജിനസ് മിക്സർ നോക്കിക്കേ, ഇത്രയും ഒരു പോർഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏത് കളർ മാത്രമേ ഉള്ളൂ, റെഡ് കളറുള്ളൂ, മറ്റേ ഗ്രീൻ കളർ ഇല്ല. മനസ്സിലായോ. അപ്പോൾ ഇതാണ്, അതായത് സിംപിളി നിങ്ങൾക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ട് മനസ്സിലാക്കാനായിട്ട് ഇങ്ങനെ പറയാം.
ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ മിക്സർ തന്നു, മിക്സറിന്റെ പാക്കറ്റ് ചായയും മിക്സറും കൂടി തന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ ഒരു കൈ കൊണ്ട് മിക്സർ എടുത്തു, വേറൊരു കൈ കൊണ്ട് മിക്സർ എടുത്തു. അപ്പൊ രണ്ട് കയ്യിലും മിക്സർ ഉണ്ട് കേട്ടോ. എന്നിട്ട് നിങ്ങൾ തുറന്നു നോക്കിയ സമയത്ത് ഇതിൽ 4 കപ്പലണ്ടി എടുക്കുന്നുണ്ട്, ഇതിൽ 2 കപ്പലണ്ടി ഉള്ളൂ. രണ്ടും ഒരേ അളവിലാണോ? കറക്റ്റ് ഈ കപ്പലണ്ടിയും പരിപ്പും എല്ലാ സാധനങ്ങളും ഒരേപോലെയാണ് ഉണ്ടാവുക? അല്ല. അതിനെ പറയുന്നതാണ് ഹെട്രോജിനസ് മിക്സർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഹെട്രോജിനസ് മിക്സർ ഉണ്ട്, ഹോമോജിനസ് മിക്സർ ഉണ്ട്. ഇങ്ങനെ 2 തരത്തിലുള്ള മിക്സ്ചേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് മിക്സ്ചേഴ്സ് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് മിക്സ്ചേഴ്സ് ആണ് പറയുന്നത്. അതിൽ ആദ്യത്താണ് ഹോമോജിനസ് മിക്സർ എന്ന് പറയുന്നത് കേട്ടോ. ഹോമോജിനസ് മിക്സർ എന്ന് പറഞ്ഞാൽ ഇൻ എ ഹോമോജിനസ് മിക്സ്ചർ ദി കമ്പോണൻസ് കംപ്ലീറ്റ്ലി മിക്സ് വിത്ത് ഈച്ച് അതർ. നമ്മൾ പറഞ്ഞു വെള്ളത്തിൽ ഉപ്പിട്ട് കലക്കി ഫുള്ളായിട്ട് ഡിസോൾവ് ആവും. മനസ്സിലായല്ലോ? അതാണ് കംപ്ലീറ്റ്ലി മിക്സ് ആവുന്നുണ്ട്. ഇനി ഇതിന്റെ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലും അതിന്റെ ടേസ്റ്റ് എന്തായിരിക്കും? ഒരേപോലെ ആയിരിക്കും. മനസ്സിലായോ? എക്സാമ്പിൾ ആണ് എത്തനോളും വാട്ടറും മിക്സ് ചെയ്തു, ആൽക്കഹോളും വെള്ളവും കൂടി മിക്സ് ചെയ്തു. അയ്യോ, ഇതിലൂടെ വെള്ളം, ഇതിലൂടെ ആൽക്കഹോൾ എന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് രണ്ടും ഒരേപോലെ മിക്സ് ആയി എടുക്കുന്നുണ്ടാവും. സോൾട്ട് സൊല്യൂഷൻ, ഉപ്പുവെള്ളം, പഞ്ചസാര വെള്ളം, ഇതൊക്കെ എക്സാമ്പിളുകളാണ് കേട്ടോ. ഇനി ഹെട്രോജിനസ് മിക്സർ ആണെന്നുണ്ടെങ്കിലോ, ഇത് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഹെട്രോജിനസ് മിക്സർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് എന്തല്ല? യൂണിഫോംലി മിക്സ്ഡ് അല്ല, ഒരേപോലെ എന്ത് ചെയ്തിട്ടില്ല? മിക്സ് ആയി എടുക്കുന്നില്ല. ദ പ്രോപ്പർട്ടീസ് ആൻഡ് കോമ്പോസിഷൻ വാരി ത്രൂ ഔട്ട് ദ മിക്സർ അല്ല മിക്സർ. അതായത് നമ്മൾ പറഞ്ഞു വെള്ളത്തിൽ ഉപ്പിട്ട് കലക്കി എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരേ തരത്തിലുള്ള ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഹോമോജിനസിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഹെട്രോജിനസ് അങ്ങനെയല്ല. ഹെട്രോജിനസ് പറഞ്ഞാൽ നമ്മൾ സിമ്പിൾ ഇങ്ങനെ ആലോചിക്കുക, ഒരു ഗ്ലാസ് വെള്ളം എടുത്തോ, അതിലൂടെ നമ്മൾ കുറച്ച് മണ്ണിട്ട് കലക്കി, അപ്പൊ ചെളിവെള്ളം കിട്ടിയല്ലോ. ചെളിവെള്ളത്തിൽ ഏറ്റവും അടിയിൽ നല്ല വെയിറ്റ് ഉള്ള സാധനങ്ങൾ അവിടെ എടുക്കുന്നുണ്ടാവും. പിന്നെ സെൻട്രൽ പോർഷനിലായിട്ട് കുറച്ച് ഇങ്ങനെ എന്താണ് സെഡിമെന്റ് ചെയ്യാത്ത ഔട്ട്ഷിപ്തങ്ങളല്ലാത്ത സാധനങ്ങൾ എടുക്കുന്നുണ്ടാവും. ഏറ്റവും ടോപ്പിൽ തീരെ വെയിറ്റ് ഇല്ലാത്ത കുറച്ച് സാധനങ്ങൾ എടുക്കുന്നുണ്ടാവും. അപ്പൊ അതൊരു ഹെട്രോജിനസ് മിക്സർ ആണ് കേട്ടോ. എക്സാമ്പിൾ നോക്കിയേ, ഗൺ പൗഡർ ഈസ് മിക്സ്ഡ് വിത്ത് ചാർക്കോൾ, സൾഫർ ആൻഡ് നൈട്രർ. പിന്നെ മഡി വാട്ടർ, ചോക്ക് പൗഡർ ഇൻ വാട്ടർ. മഡി വാട്ടർ എക്സാമ്പിൾ ആണ്, ചോക്ക് പൗഡർ ഇൻ വാട്ടർ ഒക്കെ എക്സാമ്പിളുകളാണ് കേട്ടോ. സിംപ്ലി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, യെസ്, ഇതാണ് നമ്മുടെ എക്സാമ്പിളുകൾ പറഞ്ഞ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. ഓക്കെ, മാറ്ററിന്റെ പ്രോപ്പർട്ടീസ് ആണ് അടുത്തത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ properties which can be measured or observed without changing the identity or the composition of the substance. അപ്പോൾ സബ്സ്റ്റൻസിന്റെ ഐഡന്റിറ്റിയോ കോമ്പോസിഷനോ ഒന്നും തന്നെ മാറ്റാതെ അതിന്റെ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് പറയുന്നതാണ് ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ചെയർ കണ്ടു, അതിന്റെ കളർ എന്താ? ഒരു മിനിറ്റ് ഞാൻ അതൊന്ന് കത്തിച്ച് നോക്കട്ടെ എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ജസ്റ്റ് നോക്കിയാൽ മതി. സോ വി ക്യാൻ സീ ദ കളർ ഓഫ് ഇറ്റ്. ഓക്കെ, സോ ഇതെല്ലാം തന്നെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? കളർ, സ്മെല്ല്, മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, ഡെൻസിറ്റി, ഇതെല്ലാം തന്നെ എക്സാമ്പിളുകളാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർട്ടീസ് ഇൻ വിച്ച് കെമിക്കൽ ചേഞ്ച് ഒക്കർ. അവിടെ എന്ത് നടക്കും? ഒരു കെമിക്കൽ ചേഞ്ച് നടക്കുന്നുണ്ടെങ്കിൽ അതിന് പറയുന്നതാണ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. കെമിക്കൽ റിയാക്ഷനുകളൊക്കെ എക്സാമ്പിളുകളാണ്. ക്ലിയർ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ളതാണ്, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇനി കുറച്ച് ടേമുകൾ ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. മാസ് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ദി എമൗണ്ട് ഓഫ് മാറ്റർ പ്രസന്റ് ഇൻ ഇറ്റ്. അതായത് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് അതിന്റെ മാസ് എന്ന് പറയുന്നത്. ഇപ്പൊ എന്റെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന മൊത്തം സാധനങ്ങളുടെ ഭാരമാണ് എന്റെ മാസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സാധനം ചോദിക്കിട്ടില്ല, നീ എത്ര വെയിറ്റ് ഉണ്ട്? ശരിക്കും അത് റോങ് ആണ്. ശരിക്കും എന്താ ചോദിക്കണ്ടേ? നീ എത്ര മാസ് ഉണ്ടെന്നാ ചോദിക്കണ്ടേ. അപ്പൊ അയാൾ പറയും ഞാൻ 75 കിലോഗ്രാം ഉണ്ട്. ദാറ്റ്സ് റൈറ്റ് വേ ഓഫ് സേയിങ്. അതാണ് ശരിക്കും പറയണ്ടേ. ഓക്കെ, മനസ്സിലായോ? ദ മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് കോൺസ്റ്റന്റ്. മാസ് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. മനസ്സിലായോ? ഇതിന്റെ യൂണിറ്റ് ആണ് കിലോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എത്ര വെയിറ്റ് ഉണ്ടെന്ന് ചോദിക്കാറില്ല, അത് തെറ്റാണ്. കാരണം എന്താ? വെയിറ്റ് എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാ? വെയിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗുരുത്വാകർഷണ ബലത്തിനെ ബേസ് ചെയ്തിട്ടാണ്. ദാറ്റ് ഈസ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. കാരണം ഞാൻ ഇവിടെ നിന്ന് വെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ 75 കിലോഗ്രാം ഉണ്ടെന്ന് വിചാരിച്ചോ, ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ഈ വെയിങ് മെഷീൻ കൊണ്ട് വെള്ളത്തിൽ പോയി നിന്നിട്ട് ഞാൻ വെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ മേ ബി ഒരു 73 കിലോഗ്രാം ഉണ്ടാവുള്ളൂ. 2 കിലോഗ്രാം കുറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബൊയാൻറ്റിക് ഫോഴ്സ് ഒക്കെ പറഞ്ഞിട്ട്, ബിക്കോസ് ഇറ്റ് ഇസ് എൻ അപ്വേർഡ് ഫോഴ്സ് അല്ലെ, മേലേക്ക് ഒരു ബലം പ്രയോഗിക്കുന്നുണ്ടെന്ന് അറിയാലോ, 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും വെയിറ്റിന്റെ കാരണം എന്താന്ന് പറഞ്ഞു? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലേ. അങ്ങനെയാണെങ്കിൽ വെയിറ്റിന്റെ യൂണിറ്റ് എന്തുട്ടാ? ന്യൂട്ടൺ ആണ് കേട്ടോ. അപ്പൊ അത് കാണേണ്ട പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ചെയ്യാം. അപ്പൊ നോക്കിക്കേ, വെയിറ്റ് എന്ന് പറയുന്നത് എക്സൈറ്റഡ് ബൈ ദി ഗ്രാവിറ്റി ഓഫ് എൻ ഒബ്ജക്ട് അല്ലെ. ഒരു വസ്തുവിന്റെ ഗ്രാവിറ്റിന്റെ ബേസിലാണ് എന്തുണ്ടാവുന്നത്? വെയിറ്റ് ഉണ്ടാവുന്നത്. ഓക്കെ, വെയിറ്റ് എന്ത് ചെയ്യാം? വാരി ചെയ്യാം അല്ലെ. ഓരോ സ്ഥലത്തിനനുസരിച്ചിട്ട് വാരി ചെയ്യാം. ഞാൻ ഇവിടുന്ന് വെയിറ്റ് നോക്കി 75 കിലോഗ്രാം, വെള്ളത്തിൽ വെയിറ്റ് നോക്കിയപ്പോൾ 73 കിലോഗ്രാം വെയിറ്റ് കുറഞ്ഞു അല്ലെ. പിന്നെ ഞാൻ ശൂന്യാകാശത്ത് പോയിട്ട്, ബഹിരാകാശത്ത് പോയിട്ട്, ചന്ദ്രനിൽ പോയിട്ട് ഞാൻ വെയിങ് മെഷീൻ വെച്ച് നോക്കിയ സമയത്ത് 0 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എനിക്ക് വെയിറ്റ് ഇല്ലാന്നാണോ? അല്ല,
വെയിറ്റ് ഇല്ല, ഭാരം ഇല്ല. കാരണം ഭാരം ഇല്ല എന്ന് പറയുന്ന കാരണം എന്താ? ഭാരം എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ ബേസ് ചെയ്തിട്ടാണ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ സിംപ്ലി ആയിട്ട് എന്തുട്ടാ? സിംപ്ലി എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ കട്ടിയാണ്. ഓക്കെ, കട്ടി ആലോചിച്ചാൽ മതി. ശരിക്കും കട്ടിയല്ല കേട്ടോ, കട്ടിയാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ പറയും വെള്ളത്തിന് ഡെൻസിറ്റി കൂടുതലാണ്, പക്ഷേ കട്ടി കൂടുതലാണ് ഉള്ളതാണ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഇസ് ദി എമൗണ്ട് ഓഫ് മാസ് പെർ യൂണിറ്റ് വോളിയം. ഓക്കെ, അപ്പോൾ ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ വോളിയം. ഒരു നിശ്ചിത വോളിയത്തിൽ എത്ര മാസ് ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എസ് ഐ യൂണിറ്റ് എന്താ? എസ് ഐ യൂണിറ്റ് നമുക്കറിയാം, മാസിന്റെ എസ് ഐ യൂണിറ്റ് കിലോഗ്രാം ആണ്, വോളിയത്തിന്റെ എസ് ഐ യൂണിറ്റ് മീറ്റർ ക്യൂബ് ആണ്. സോ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് നമ്മുടെ യൂണിറ്റ് വരുന്നത്. ഓക്കെ, സാന്ദ്രത കേട്ടോ, ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ സാന്ദ്രതയാണ്. ഇനി ടെമ്പറേച്ചർ നമ്മൾ പല രീതിയിൽ അളക്കാറുണ്ട്. സെൽഷ്യസ്, ഫാരൻഹീറ്റ്, കെൽവിൻ സ്കെയില്, അങ്ങനെ പല രീതിയിൽ അളക്കാറുണ്ട്. ഓക്കെ, ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്തുട്ടാ? ഇറ്റ് ഈസ് എ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓഫ് എ ബോഡി. ഒരു വസ്തു എത്രത്തോളം ചൂടാണ്, എത്രത്തോളം തണുപ്പാണ് എന്നുള്ളത് അളക്കുന്നതാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. 3 കോമൺ ആയിട്ടുള്ള സ്കെയിലുകളാണ് ടെമ്പറേച്ചർ അളക്കാനായിട്ടുള്ളത്. ഡിഗ്രി സെൽഷ്യസ്, ഫാരൻഹീറ്റ്, കെൽവിൻ സ്കെയിൽ, ഇങ്ങനെ 3 തരത്തിലുള്ള അളവുകളാണുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി സെൽഷ്യസ് സ്കെയിൽ ഈസ് റെപ്രസെന്റഡ് ബിറ്റ്വീൻ 0 ഡിഗ്രി ടു 100 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ സെൽഷ്യസ് സ്കെയിൽ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്? 0 ഡിഗ്രി മുതൽ 100 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, എന്തായിരുന്നു? 0 ഡിഗ്രിയിലാണ് എന്തുണ്ടാവുന്നത്? ഐസ് ആവുന്നത്. 100 ഡിഗ്രിയിലാണ് വെള്ളം തിളയ്ക്കുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള സെൽഷ്യസിൽ കേട്ടോ. 100 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം തിളയ്ക്കും, 0 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം ഐസ് ആവും. ഓക്കെ, പിന്നെ ഫാരൻഹീറ്റ് ആണെന്നുണ്ടെങ്കിൽ 32 ഡിഗ്രി സെൽഷ്യസ് മുതൽ 212 ഡിഗ്രി സെൽഷ്യസ് അല്ല, ഡിഗ്രി ഫാരൻഹീറ്റ് മുതൽ 212 ഡിഗ്രി ഫാരൻഹീറ്റ് വരെയാണ് കാണിക്കുന്നത്. നമ്മൾ കോമൺലി കാൽക്കുലേഷൻസ് എല്ലാം തന്നെ ചെയ്യാനായിട്ട് എടുക്കുന്ന കെൽവിൻ സ്കെയിലാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പൊ നോക്കിക്കേ, ഫാരൻഹീറ്റ് സ്കെയിൽ ഈസ് റിലേറ്റഡ് ടു സെൽഷ്യസ് സ്കെയിൽ ആസ്. അപ്പോൾ സെൽഷ്യസ് സ്കെയിലിന് ഫാരൻഹീറ്റ് ആക്കാനും ഫാരൻഹീറ്റിനെ സെൽഷ്യസ് സ്കെയിൽ ആക്കാനും നമ്മൾ പഠിക്കണം. അതിന്റെ പ്രോബ്ലംസ് നമ്മൾ വഴിയെ തന്നെ ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ഒരു എന്ത് കൊടുത്തിട്ടുണ്ട്? അതിന്റെ ഒരു ഈക്വേഷൻ കൊടുത്തിട്ടുണ്ട്, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. കെൽവിൻ സ്കെയിൽ എന്താണ്? ദ കെൽവിൻ സ്കെയിൽ ഈസ് റിലേറ്റഡ് ടു സെൽഷ്യസ് സ്കെയിൽ ആസ് ഫോളോസ്. കെൽവിൻ എന്ന് പറയുന്നത് ഡിഗ്രി സെൽഷ്യസിനെ 273.15 കൊണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നമ്മുടെ കെൽവിൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞു 0 ഡിഗ്രി സെൽഷ്യസിലാണ് എന്തുണ്ടാവുന്ന? ഐസ് ആവുന്നത് അല്ലെ? അങ്ങനെയാണെങ്കിൽ അത് എത്ര കെൽവിനാ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 273.15 കെൽവിൻ ആണ്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളം തിളയ്ക്കുന്നത്, അത് എത്ര കെൽവിനാ? അപ്പൊ അത് പറയാം, അതിന്റെ കൂടെ 100 കൂട്ടിയാൽ മതി. 100 കൂട്ടി കഴിഞ്ഞാൽ 373.15. അപ്പൊ ഇത് കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതുവരെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന ആക്യുറസി ആൻഡ് പ്രിസിഷൻ ഉണ്ട്, അതുപോലെ തന്നെ സയന്റിഫിക് നൊട്ടേഷൻ പഠിക്കുന്നുണ്ട്, പിന്നെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് പഠിക്കുന്നത്. ഇതെല്ലാം തന്നെ അടുത്ത കുഞ്ഞൊരു ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് പഠിക്കാം. പിന്നെ കുറച്ച് ലോസ് ഒക്കെ പഠിക്കുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെലൈക്കൺ എനേബിൾ ചെയ്തിടുക. ഓക്കെ, ആൻഡ് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് വിത്ത് മീ.